നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റഡീസിലെ മോഡ്യൂൾ 2 ആയ ലിറ്ററേച്ചർ ആണ്. മലയാളം ലിറ്ററേച്ചർ അല്ലെങ്കിൽ കേരള ലിറ്ററേച്ചർ എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ആരെയായിരിക്കും? തുഞ്ചത്ത് എഴുത്തച്ഛൻ. ആൻഡ് ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ്. തുഞ്ചത്ത് എഴുത്തച്ഛനാണ് മലയാളം ലാംഗ്വേജിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ആൻഡ് 16th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന പോയിറ്റ് ആണ്. ആൻഡ് പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഒരുപാടൊന്നും അറിയത്തില്ല, പക്ഷേ ബർത്ത് പ്ലേസ് തിരൂരിനടുത്തുള്ള തുഞ്ചത്താണെന്നേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ബർത്ത് പ്ലേസ് അറിയപ്പെടുന്നത് തുഞ്ചൻ പറമ്പ് എന്നാണ്. ഓക്കെ, ആൻഡ് ഹി പൈനിയർ ഡിവോഷണൽ പോയിട്രി. ഡിവോഷണൽ പോയിട്രിയുടെ തുടക്കകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മെയിൻ പോയിറ്റ് എന്ന് പറയുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. ആൻഡ് ലിറ്ററി വർക്ക്സ് എടുക്കുകയാണെങ്കിൽ അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, മഹാഭാരതം, കിളിപ്പാട്ട് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. ആൻഡ് കിളിപ്പാട്ട് സ്റ്റൈൽ, അതായത് മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും മുന്നേ, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരെന്ന് ചോദിക്കുമ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛൻ നമ്മൾ പറയാറുണ്ട്. അപ്പം കിളിപ്പാട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ പോയിംസിൽ, ഈ സ്റ്റൈൽ ഓഫ് പോയിട്രിയിൽ പാരറ്റ്സിനെ അല്ലെങ്കിൽ ബേർഡ്സിനെ കൊണ്ടായിരിക്കും ആ പോയം നറേറ്റ് ചെയ്യിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു ജോണറിനെയാണ് കിളിപ്പാട്ട് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആൻഡ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ മറ്റ് കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ മലയാളം ലാംഗ്വേജിന് ഒരു റിഫൈൻഡ് സ്റ്റൈലാക്കാൻ തുഞ്ചത്ത് എഴുത്തച്ഛൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൽഫബറ്റ്സിൽ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി വാസ് എ സിഗ്നിഫിക്കൻറ്റ് വോയിസ് ഇൻ ഭക്തി മൂവ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിവോഷണൽ പോയിട്രിയുടെ ഒരു പൈനിയർ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭക്തി മൂവ്മെന്റിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് വോയിസ് ആയിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പെർഫോമിംഗ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ആണ്. അപ്പോൾ പെർഫോമിംഗ് ആർട്സും ലിറ്ററേച്ചറും ഇന്റർ റിലേറ്റഡ് ആണ്. മലയാളം ലിറ്ററേച്ചറിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ പെർഫോമിംഗ് ആർട്സ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഥകളി, നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചതുപോലെ കഥകളിയുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആട്ടക്കഥയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് പൊയിട്രി പ്ലസ് ഡ്രാമയുടെ ഒരു ഫോമാണ് ഈ ആട്ടക്കഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഓട്ടംതുള്ളൽ. ഓട്ടംതുള്ളലും സറ്റയറും പെർഫോമൻസും കൂടെ കമ്പൈൻ ചെയ്തൊരു ആർട്ട് ഫോമാണ് ഓട്ടംതുള്ളൽ. ദെൻ കൂടിയാട്ടം. കൂടിയാട്ടം എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് ഡ്രാമ ട്രഡീഷൻ പ്രിസർവ് ചെയ്ത ഒരു ഫോം ഓഫ് ആർട്ടാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർഫോമിംഗ് ആർട്സും ലിറ്ററേച്ചറും ഹൈലി ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ പഠിച്ച എല്ലാ ആർട്ട് ഫോമിലും പോയിട്രിയുടെ കണ്ടന്റ്സ് ഉണ്ട്. പോയിട്രിയാണ് മെയിൻലി വരുന്നത്. ദെൻ നറേറ്റീവ് സ്റ്റൈൽസ് ഉണ്ട്, തിയേറ്ററിക്കൽ ലാംഗ്വേജ് ഉണ്ട്. അതുകൊണ്ടാണ് പെർഫോമിംഗ് ആർട്സ് മലയാളം ലിറ്ററേച്ചറിൽ വലിയൊരു ഇൻഫ്ലുവൻസ് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആട്ടക്കഥയാണ്. ആട്ടക്കഥ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിറ്ററേച്ചർ ഓഫ് കഥകളി, കഥകളിയുടെ ലിറ്ററേച്ചർ ആണ്. അപ്പോൾ ആട്ടക്കഥ മീൻസ് സ്റ്റോറി ഓഫ് ഡാൻസ്. കഥകളിയുടെ ഡാൻസിന്റെ ഒരു സ്റ്റോറിയാണ് നമ്മൾ ആട്ടക്കഥ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് സ്റ്റോറി, മ്യൂസിക്, പോയിട്രി ആൻഡ് പെർഫോമൻസ്. ഇതിന്റെ എല്ലാം കൂടെ ഒരു ബ്ലെൻഡ് ആണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ മണിപ്രവാളം ലാംഗ്വേജ്. മണിപ്രവാളം എന്ന് പറയുന്നത് സാൻസ്കൃതം മലയാളം കൂടെ മിക്സ് ചെയ്ത ലാംഗ്വേജ് ആണ് മണിപ്രവാളം. ഈ മണിപ്രവാളം ലാംഗ്വേജിലാണ് ആട്ടക്കഥ എഴുതുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ആട്ടക്കഥയിൽ എടുത്തിരിക്കുന്നത് അതിന്റെ സ്റ്റോറീസിന്റെ ബേസ് എടുത്തിരിക്കുന്ന രാമായണം, മഹാഭാരത, പുരാണാസ് പോലെയുള്ള ഇന്ത്യൻ എപ്പിക്സിൽ നിന്നാണ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സം ഓഫ് ദി മേജർ എക്സാമ്പിൾസ് ആണ് കൊട്ടാരക്കര തമ്പുരാന്റെ കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യറിന്റെ നളചരിതം, ഇരയിമ്മൻ തമ്പിയുടെ ഉത്തരാസ്വയംവരം, KC കേശവപിള്ളയുടെ ശ്രീകൃഷ്ണ വിജയം. ഇതെല്ലാം ഇന്ത്യൻ എപ്പിക്സിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ആൻഡ് മോഡേൺ ടൈംസിൽ കഥകളിക്ക് ഇന്റർനാഷണൽ അക്ലെയിം ഒക്കെ കിട്ടിയതിനു ശേഷം ഇന്റർനാഷണൽ പെർഫോമൻസിന് വേണ്ടി ഗ്രേറ്റ് ക്ലാസിക്സ് ആട്ടക്കഥയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് ഷേക്സ്പിയറിന്റെ പ്ലേസ് എല്ലാം ആട്ടക്കഥ ഫോമിൽ ഇന്റർനാഷണൽ പെർഫോമൻസിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളം ലിറ്ററേച്ചറിലും പെർഫോമിംഗ് ആർട്സിലും ഒരു വലിയൊരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ ഈ ആട്ടക്കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ നമ്മൾ മോഡ്യൂൾ 1 ഓട്ടംതുള്ളൽ പറഞ്ഞപ്പോൾ കുഞ്ചൻ നമ്പ്യാറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ ഈസ് ദ 18th സെഞ്ചുറി മലയാളം പോയിറ്റ് ആൻഡ് സറ്റയറിസ്റ്റ് ആൻഡ് ഈസ് ദ ഇൻവെന്റർ ഓഫ് ഓട്ടംതുള്ളൽ. ആൻഡ് മേജർ വർക്ക്സ് പറയുകയാണെങ്കിൽ കല്യാണ സൗഗന്ധികം, ഘോഷയാത്ര, തുപ്പൽ കോളാമ്പി ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. ആൻഡ് കുഞ്ചൻ നമ്പ്യാർ പോയിംസ് എഴുതുന്നത് വളരെ സിമ്പിൾ ആൻഡ് കൊളോക്കിയൽ ലാംഗ്വേജിലാണ്. അതായത് കോമൺ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സിമ്പിൾ ആൻഡ് കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ ഫോളീസും സോഷ്യൽ ഇവൽസും ക്രിട്ടിസൈസ് ചെയ്യാൻ ഹ്യൂമറും സറ്റയറും യൂസ് ചെയ്യുന്നത്. അതായത് തമാശയും ആ ഒരു ഹ്യൂമറും സറ്റയറും യൂസ് ചെയ്താണ് ചുറ്റുപാടുമുള്ള സോഷ്യൽ ഇവൽസിനെയും മനുഷ്യരുടെ കുറ്റങ്ങളെയൊക്കെ എന്താണ് പ്രസന്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ലിറ്ററേച്ചറിനെ ഒരു എന്റർടൈനിങ് ആർട്ട് ഫോം ആക്കി മാറ്റുകയും അതുപോലെ തന്നെ അത് സാധാരണ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു റൈറ്ററാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വെൺമണി സ്കൂൾ ഓഫ് പോയിട്രി ആണ്. അപ്പോൾ ഈ വെൺമണി സ്കൂൾ ഓഫ് പോയിട്രി എന്ന് പറയുന്നത് 19th സെഞ്ചുറിയിൽ മലയാളം ലിറ്ററേച്ചറിൽ വന്നൊരു മൂവ്മെന്റ് ആണ്. ഈ ടൈപ്പ് ഓഫ് പോയിട്രിയിൽ അവർ കോമൺ ആൻഡ് എവറിഡേ തീംസിനെ കുറിച്ചാണ് പോയിംസിൽ എഴുതിയിരുന്നത്. അതുപോലെ തന്നെ അവർ എഴുതിയിരിക്കുന്ന ലാംഗ്വേജ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ആൻഡ് ലൈറ്റ്, ഹ്യൂമറസ്, വിറ്റി ആൻഡ് സ്മൂത്ത് പോയിട്രി ആയിരുന്നു. ഹ്യൂമറസും വിറ്റിയുമായിട്ട് ലൈറ്റായിട്ട് സാധാ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പോയിട്രിയാണ് വെൺമണി സ്കൂൾ ഓഫ് പോയിട്രിയിലുള്ള റൈറ്റേഴ്സ് എഴുതിയിരുന്നത്. ആൻഡ് പോയിറ്റ്സ്, ഈ ഇതിലുണ്ടായിരുന്ന പോയിറ്റ്സ് എല്ലാവരും വെൺമണി ഫാമിലി, തൃശ്ശൂരുള്ള വെൺമണി ഫാമിലി ബിലോങ് ചെയ്യുന്ന മെമ്പേഴ്സ് ആയിരുന്നു. കീ ഫിഗേഴ്സ് എടുക്കുകയാണെങ്കിൽ വെൺമണി അച്ഛൻ നമ്പൂതിരി, വെൺമണി മഹാൻ നമ്പൂതിരി ഇവരൊക്കെയാണ് കീ ഫിഗേഴ്സ്. ആൻഡ് ദിസ് മൂവ്മെന്റ് റെപ്രസെന്റ് ദ ട്രാൻസിഷൻ ഫ്രം ഹൈലി സാൻസ്ക്രൈസ്ഡ് പോയിട്രി ടു പോപ്പുലർ സ്റ്റൈൽ. അപ്പം ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പോയിംസിലെല്ലാം സാൻസ്ക്രിറ്റ് ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസ് കാണും, ഒരുപാട് സംസ്കൃത വേർഡ്സ് ഒക്കെ കാണും. പക്ഷേ
ഈ ഒരു മൂവ്മെന്റ് വന്ന അല്ലെങ്കിൽ ഇത് സ്കൂൾ ഓഫ് പോയിട്രി വന്നതിന് ശേഷം അവർ പ്യുവർ മലയാളം മാത്രമേ യൂസ് ചെയ്യുള്ളൂ ആൻഡ് വളരെ കുറച്ച് സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്, അതായത് കോമൺ പീപ്പിളിന് വേണ്ടി മനസ്സിലാവത്തക്ക രീതിയിലാണ് വെൺമണി സ്കൂൾ ഓഫ് പോയിട്രിയിലുള്ള പോയിറ്റ്സ് എഴുതിയിരുന്നത്. ആൻഡ് ഈ വെൺമണി സ്കൂളിന് ഓഫ് ഷൂട്ട് ആയിട്ട് പിന്നെ ലേറ്റർ ദ കൊടുങ്ങല്ലൂർ സ്കൂൾ എന്നും പറഞ്ഞൊരെണ്ണം എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട് വിത്ത് സം പോയിറ്റ്സ് ലൈക്ക് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഇതാണ് വെൺമണി സ്കൂൾ ഓഫ് പോയിട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മോഡേൺ ലിറ്ററേച്ചർ ആണ്. മോഡേൺ ലിറ്ററേച്ചർ എമേർജ് ചെയ്ത് വരുന്നത് ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ചുറി കാലഘട്ടത്തിലാണ്. ആൻഡ് ഈ മോഡേണിസം അല്ലെങ്കിൽ മോഡേൺ ലിറ്ററേച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ മോഡേൺ എലമെന്റ്സ് കണ്ടു തുടങ്ങുന്നത് കേരള വർമ്മ വല്യകോയി തമ്പുരാന്റെ ടൈമിലാണ്. ഈ ട്രാൻസ്ലേറ്റഡ് കാളിദാസ ശാകുന്തളം ടു മലയാളത്തിലോട്ട് ശാകുന്തളം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മയൂര സന്ദേശം എന്ന് പറയുന്നൊരു വർക്കും എഴുതുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മോഡേൺ ലിറ്ററേച്ചറിലോട്ട് ഒരു തുടക്കം എന്ന് പറയുന്നത്. ആൻഡ് ഒഫീഷ്യലി ഒരു മോഡേൺ ലിറ്ററേച്ചറിലേക്ക് ഒരു സ്റ്റാർട്ടിങ് പറയുന്നത് കേരള പാണിനി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന AR രാജരാജവർമ്മയുടെ മലയാള വിലാസം എന്ന് പറയുന്ന ഒരു വർക്കോട് കൂടിയാണ് മോഡേൺ എറ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നത്. ആൻഡ് ഈ മോഡേൺ ലിറ്ററേച്ചറിൽ നമുക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെയും സോഷ്യൽ റിഫോംസിൻ്റെയും നാഷണലിസത്തിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പീരീഡിൽ തന്നെയാണ് നമ്മുടെ ഗോൾഡൻ എറ ഓഫ് മലയാളം പോയിട്രിയും വരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ലെഡ് ബൈ ദ ട്രിനിറ്റി, കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ ആൻഡ് ഉള്ളൂർ പരമേശ്വരയ്യർ. ദീസ് ആർ ദ 3 poets who led ദ ഗോൾഡൻ എറ ഓഫ് മലയാളം പോയിട്രി. നോവൽസിൻ്റെ എടുക്കുകയാണെങ്കിൽ നോവൽസിൽ നമുക്കൊരു യൂറോപ്യൻ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. ആൻഡ് ആ ഒരു ഇൻഫ്ലുവൻസിൽ ഒരുപാട് നോവൽസ് എമേർജ് ചെയ്ത് വന്നു വിത്ത് ദ തീം ഓഫ് സോഷ്യൽ റിഫോം, ഹ്യൂമനിസം, റിയലിസം, നാഷണലിസം. ഇപ്പോൾ സോഷ്യൽ റിഫോമിനെ ബേസ് ചെയ്തും ഹ്യൂമനിസത്തിനെയും റിയലിസം ഒക്കെ ബേസ് ചെയ്ത് ഒരുപാട് നോവൽസ് ഈ ഒരു കാലഘട്ടത്തിൽ എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യം പബ്ലിഷ് ചെയ്ത നോവൽ എന്ന് പറയുന്നത് അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ്. ആൻഡ് ഫസ്റ്റ് ഐഡിയൽ നോവൽ എന്ന് പറയുന്നത് ഇന്ദുലേഖയാണ്. മലയാളത്തിലെ ഫസ്റ്റ് കംപ്ലീറ്റ് ആൻഡ് ഐഡിയൽ നോവൽ എന്ന് പറയുന്നത് O ചന്തുമേനോന്റെ ഇന്ദുലേഖയാണ്. രണ്ടും കൂടി തിരിഞ്ഞു പോകരുത്. ഇന്ദുലേഖ എന്ന് പറയുന്നത് ഫസ്റ്റ് ഐഡിയൽ നോവലും ഫസ്റ്റ് പബ്ലിഷ്ഡ് നോവൽ എന്ന് പറയുന്നത് കുന്തലതയാണ്. ആൻഡ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ നോവലിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അത് എഴുതിയിരിക്കുന്നത് CV രാമൻ പിള്ളയാണ്. 20th സെഞ്ചുറിയിലേക്ക് വരുമ്പോഴത്തേക്കും അപ്പോഴുണ്ടായിരുന്ന റൈറ്റേഴ്സ് എല്ലാവരും സാധാരണക്കാരുടെ റിയൽ ലൈഫ് ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നോവൽസ് എഴുതിയിരുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് തകഴി ശിവശങ്കരപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, P കേശവദേവ്, MT വാസുദേവൻ, ഇവരെല്ലാവരും എഴുതിയിരുന്നത് സാധാരണ ആൾക്കാരുടെ ലൈഫിനെ ബേസ് ചെയ്തായിരുന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പുരോഗമന കലാ സാഹിത്യ സംഘം അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആർട്ട് ആൻഡ് ലിറ്റററി ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ് അല്ലെങ്കിൽ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ഫോം ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ഈ പുരോഗമന കലാ സാഹിത്യ സംഘം. അപ്പോൾ ഇതിന്റെ റൂട്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് മാർക്സിസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ് 1937 സ്റ്റാർട്ട് ചെയ്ത് വെച്ചൊരു ഓർഗനൈസേഷൻ ആയിരുന്നു. അന്ന് ഇതിന്റെ പേര് ജീവസാഹിത്യ സംഘം എന്നായിരുന്നു. പക്ഷെ 1944 ആയപ്പോഴത്തേക്കും അതിന്റെ പേര് മാറ്റുകയാണ് ചെയ്തത്. 1944 പേരൊക്കെ മാറ്റിയെങ്കിലും അത് വളരെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. പിന്നെ അത് ലേറ്റർ 1981 റീ എസ്റ്റാബ്ലിഷ് ചെയ്തത് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. അപ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഈ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡെമോക്രസി, സെക്യുലറിസം, ഇക്വാലിറ്റി, പീപ്പിൾസ് റൈറ്റ്, ഇതൊക്കെയായിരുന്നു ഒബ്ജക്റ്റീവ്സ്. ആൻഡ് ഇവര് കോമൺ പീപ്പിൾസിന്റെ സ്ട്രഗിൾ അതിനെ എങ്ങനെ ആൾക്കാരിൽ ലിറ്ററേച്ചറിലൂടെ എത്തിക്കാം എന്നുള്ളതായിരുന്നു ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇതിൽ ഇൻക്ലൂഡ് ആവുന്ന ഫേമസ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് തകഴി, OV വിജയൻ, M മുകുന്ദൻ, ഇങ്ങനെയുള്ള റൈറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പീപ്പിൾസ് സയൻസ് മൂവ്മെന്റ് ഇൻ കേരള. അപ്പോൾ ഇത് മലയാളത്തിലെ സയൻസ് റൈറ്റേഴ്സ് എല്ലാവരും കൂടെ ഫോം ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ആൻഡ് ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരിലേക്ക് സയന്റിഫിക് ടെമ്പർ, റാഷണൽ തിങ്കിങ് ആൻഡ് സയന്റിഫിക് നോളേജ് എത്തിക്കുക എന്നുള്ളതാണ്. പ്രൊമോട്ടിംഗ് സയന്റിഫിക് ടെമ്പർ, റാഷണൽ തിങ്കിങ് ആൻഡ് സയന്റിഫിക് നോളേജ്. ഇവരുടെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് സയൻസ് ഫോർ സോഷ്യൽ റെവല്യൂഷൻ എന്നുള്ളതാണ്. സയൻസ് ഫോർ സോഷ്യൽ റെവല്യൂഷൻ. ആൻഡ് ദേ സ്പ്രെഡ് സയൻസ് ഇൻ മലയാളം. മലയാളത്തിലെ സയൻസ് സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആൻഡ് അതിനുള്ള മീഡിയം ബുക്സ്, പാംഫ്ലെറ്റ്സ്, പ്ലേസ്, സ്ട്രീറ്റ് ക്യാമ്പയിൻസ്, ഈ ഒരു മീഡിയംസിലൂടെ മലയാളത്തിൽ ആൾക്കാരിലേക്ക് സയൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സയന്റിഫിക് നോളജ് എത്തിക്കുക എന്നുള്ളതായിരുന്നു. സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് സയന്റിഫിക് തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവർ പീരിയോഡിക്കൽസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ശാസ്ത്രഗതി, ശാസ്ത്ര കേരളം, യുറേക്ക എന്ന് പറയുന്ന പീരിയോഡിക്കൽസ്. ആൻഡ് ഇവരുടെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ലിറ്ററസി ക്യാമ്പയിൻ, റൈറ്റ് ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ്സ്, ഇതൊക്കെ അവരുടെ ആക്ടിവിറ്റീസ് ആണ്. ആൻഡ് ദേ ഓൾസോ റിസീവ്ഡ് ആൻ അവാർഡ് ഇൻ 1996. ദ റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ഒരു ഇന്റർനാഷണൽ അവാർഡാണ്. അത് 1996 അവർക്ക് കിട്ടുന്നുണ്ട്.